ഞങ്ങൾക്ക് ഒരു പേർഷ്യൻ ക്യാറ്റുണ്ട്. ആ ക്യാറ്റിനെ ഇന്നലെ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകളും ഭാര്യയും കൂടി എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ. കാരണം ഈ ക്യാറ്റിന് ഗ്രൂം ചെയ്യിക്കുന്നതിന് മുമ്പ് അതിനൊന്ന് സെഡേറ്റ് ചെയ്യണം. സെഡേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അത് ഗ്രൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രൂം ചെയ്യുന്നത് വേറെ റോംസാൻ റാക്കിലാണ്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് സെഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്, എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ. പക്ഷെ അവർ അവിടെ ഇരിക്കുന്ന 2 പുതിയ പിള്ളേരാണോ പഴയ പിള്ളേരാണെന്ന് അറിയില്ല, 2 മലയാളി പിള്ളേരാണ്. പിന്നെ അതിൻ്റെ കൂടെ ഏതോ ബംഗാളി പിള്ളേരുണ്ട്. ഇവരൊക്കെ കൂടി പറഞ്ഞ് ഗ്രൂം ചെയ്യാനായിട്ട് എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞ് അല്ല സഡേറ്റ് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മകൾ പറഞ്ഞ് സഡേറ്റ് ചെയ്യാണ്ട് ഗ്രൂം ചെയ്യാൻ പറ്റില്ല ഇതിന്, കാരണം അത് കുറച്ച് അഗ്രസീവാണ് ക്യാറ്റ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇതിനേക്കാളും വലുതിനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കഴുത്തിൽ മോള് കണ്ട് ഇതിൻ്റെ കഴുത്തിൽ ഒരു ചരട് കെട്ടിയിട്ട് ഇതിനെ വലിച്ച് കൊണ്ടുപോകുന്നതാണ് എൻ്റെ മോള് കണ്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ക്യാറ്റിൻ്റെ ബോഡി അത് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു തരുന്നത്. അവർ പറയണത് ഞങ്ങൾ സെഡേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, എൻ്റെ മോള് കൃത്യമായിട്ട് കണ്ടാണ് അതിനെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് ഇവർ രണ്ടുപേരും വലിച്ചുകൊണ്ടാണ് ക്യാറ്റ് തിരിച്ച് ബലം പിടിക്കുന്ന സമയത്ത് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതിൻ്റെ പേരിലാണ് ഞങ്ങളത് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മളുടെ വീട്ടിലുള്ള പെറ്റിനൊക്കെ നമ്മൾ അത്രയും നമ്മുടെ വീട്ടിലൊരു കുടുംബാംഗത്തെ പോലെ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിച്ച പോലെ തന്നെ ഒരു വേദന നമുക്കുണ്ടാവും. ഇത് മറ്റാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള പെറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് അവരുടെ പരീക്ഷണങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ, അതായത് നമ്മൾ വളർത്തുന്ന നമ്മുടെ പെറ്റ്സിനെ ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക.